Exam Capsule. SSC GD കോൺസ്റ്റബിൾ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയിലെ പ്രധാനപ്പെട്ട മറ്റൊരു വിഭാഗമാണ് ജനറൽ നോളജ് അഥവാ പൊതുവിജ്ഞാനം. ഈ വിഷയത്തെക്കുറിച്ച് കരിയർ വിദഗ്ധനും സൈലം സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ അക്കാഡമിക് ഹെഡുമായ ശ്രീ വിഷ്ണു കെ സുരേന്ദ്രൻ സംസാരിക്കുന്നു. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSC GD കോൺസ്റ്റബിൾ പരീക്ഷയിലെ മറ്റൊരു പ്രധാനപ്പെട്ട സെക്ഷൻ ആയിട്ടുള്ള GK അല്ലെങ്കിൽ ജനറൽ നോളജ് ആണ്. ജനറൽ നോളജ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ്. കാരണം അത് വായിക്കാനും കാണാപ്പാഠം പഠിക്കാനും മറ്റു PSC പരീക്ഷകളോ അത്തരത്തിലുള്ള പരീക്ഷകളൊക്കെ എഴുതി സുപരിചിതമായിട്ടുള്ള ഒരാൾക്കാരാണ് നമ്മൾ. അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിനും നിങ്ങളുടെ കൂട്ടുകാർക്കിടയിലോ നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിലോ ഒക്കെ PSC പരീക്ഷകളൊക്കെ എഴുതിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിലുള്ള മെറ്റീരിയൽസ്, അവരുടെ കയ്യിലുള്ള റിസോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എളുപ്പത്തിൽ GK പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അതിനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. ഏതൊക്കെ ടോപ്പിക്കുകളാണ് നമുക്ക് ഈ ഒരു GKയിൽ വരുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയാം, ഹിസ്റ്ററി പഠിക്കാനുണ്ട്, ജോഗ്രഫി പഠിക്കാനുണ്ട്, നമുക്ക് എക്കണോമിക്സ് പഠിക്കാനുണ്ട്, പിന്നെ തീർച്ചയായിട്ടും സയൻസും കറണ്ട് അഫയേഴ്സും കൾച്ചറും ഇതെല്ലാം തന്നെ നമ്മളുടെ ഈ ഒരു GKയിൽ പ്രധാനമായിട്ടും വരുന്ന ഒരു ഏരിയയാണ്. മലയാളത്തിൽ നമ്മൾ ഈ പരീക്ഷ എഴുതുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഇതിൽ കേരള ചരിത്രമോ കേരള രാഷ്ട്രീയമോ കേരള ജോഗ്രഫിയോ കാര്യങ്ങളോ ഒന്നും തന്നെ പഠിക്കേണ്ടതായിട്ടില്ല. എല്ലാം ഇന്ത്യൻ ജോഗ്രഫിയും ഇന്ത്യൻ ഹിസ്റ്ററിയും ഇന്ത്യൻ പൊളിറ്റിയും ഒക്കെ തന്നെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. GK കടൽ പോലെ കിടക്കുന്നത് കൊണ്ട് തന്നെ എവിടെ നിന്ന് പഠിച്ച് തുടങ്ങണം എന്നുള്ളതാണ് ആദ്യമായിട്ട് ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ മുന്നിൽ എപ്പോഴും ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന് ഏറ്റവും നല്ല ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വായിച്ച് അതിലൂടെ നിങ്ങൾ GK പഠിക്കുക എന്നുള്ളതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് ഏരിയയിൽ നിന്നാണ്. ഇപ്പോൾ ഹിസ്റ്ററി എടുക്കുകയിൽ തന്നെയാണെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്ന് ഏത് ടോപ്പിക്കിൽ നിന്നാണ്, ഏത് മേഖലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ SSC ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ജോഗ്രഫി എടുക്കുകയാണെങ്കിൽ എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് വരുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിൽ ഏത് ആർട്ടിക്കിളാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുള്ളത്, ഏത് രീതിയിലാണ് ഇത്തരത്തിലുള്ള ആർട്ടിക്കിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്മളടുത്ത് ചോദിക്കുന്നത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം നമുക്ക് GK പഠിക്കാനുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ GK പഠിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇത് നമ്മളുടെ ഓർമ്മയിൽ നിൽക്കുകയില്ല. നമ്മൾ എത്ര പഠിച്ചു കഴിഞ്ഞാലും ഒരു 1-2 ആഴ്ച കഴിഞ്ഞ് പുസ്തകം തുറന്നു നോക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾക്ക് വായിക്കുന്നത് പോലെ തന്നെ തോന്നും. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ വെറുതെ കാണാപ്പാഠം പഠിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നമ്മളുടെ ഓർമ്മയിലേക്ക് അത് എത്തില്ല. അങ്ങനെ നമ്മളുടെ ഓർമ്മയിൽ നിലനിർത്തണമെങ്കിൽ നമ്മളുടെ ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളത് പഠിക്കേണ്ടത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്തെങ്കിലും മെമ്മറി ട്രിക്കുകളോ എന്തെങ്കിലും ന്യൂമോണിക്സോ എന്തെങ്കിലും കഥകളിലൂടെയോ കോഡുകളിലൂടെയോ ഒക്കെ നിങ്ങൾ GK പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു കാലത്തും മറന്നു പോകാത്ത രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ അത് ഉറച്ചു നിൽക്കും. മെമ്മറി ട്രിക്കുകളിലൂടെ പഠിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. എന്താണ് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ഞാനൊരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മളുടെ മുഗൾ രാജവംശത്തിലെ മുഗൾ രാജാക്കന്മാരുടെ പേര് അത് നമുക്ക് ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്. പക്ഷെ എത്ര പേർക്ക് ഇത് ഓർത്തിരിക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഓർഡറിൽ? കാരണം ഞാനിപ്പോൾ പറഞ്ഞത് കൃത്യമായിട്ട് ആ രാജഭരണ കാലഘട്ടം, ആ ക്രൊണോളജിക്കൽ ഓർഡറിലുള്ള അവർ ഓരോരുത്തരും ഭരിച്ചത് ഏത് ഓർഡറിലാണ് എന്ന് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. പക്ഷെ എല്ലാവരുടെ ഓർമ്മയിലേ നിൽക്കില്ല. അതിനായിട്ടുള്ള ഓർത്തു വെക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് ഭജുസ, BHAJSA. ഇതൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ B എന്ന് പറഞ്ഞാൽ ബാബർ, H എന്ന് പറഞ്ഞാൽ ഹുമയൂൺ, A എന്ന് പറഞ്ഞാൽ അക്ബർ, J എന്ന് പറഞ്ഞാൽ ജഹാംഗീർ, S എന്ന് പറഞ്ഞാൽ ഷാജഹാൻ, A എന്ന് പറഞ്ഞാൽ ഔറംഗസേബ്. അപ്പോൾ ഭജുസ എന്ന് ഓർത്ത് വെച്ച ഒരാൾക്ക് ഒരിക്കലും മുഗൾ രാജവംശത്തിലെ രാജാക്കന്മാരെയും അവർ ഭരിച്ച ആ ഒരു ഓർഡറും മറന്നു പോകത്തില്ല. ഇത്തരത്തിലുള്ള മെമ്മറി ട്രിക്കുകളും കോഡുകളും ന്യൂമോണിക്സും ഒക്കെ ഉപയോഗിച്ചായിരിക്കണം നിങ്ങൾ GK പഠിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് തോന്നും ഓർമ്മയിൽ വരുന്നില്ല എന്നുള്ളത്. SSC GD കോൺസ്റ്റബിൾ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഭാഗമായ ജനറൽ നോളജ് അഥവാ പൊതുവിജ്ഞാനത്തെക്കുറിച്ചാണ് കരിയർ വിദഗ്ധനും സൈലം സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന്റെ അക്കാഡമിക് ഹെഡുമായ ശ്രീ വിഷ്ണു കെ സുരേന്ദ്രൻ സംസാരിച്ചത്. Exam Capsule.